24 വരെ ഇവിടെ ഒരു തരത്തിലുള്ള നിരാഹാര സമരം വളർമതി 13ാമത്തെ ദിവസം. ഇത് ഇവിടെ ഡേ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഉണ്ടാവും, ഇവിടെ പ്രസൻസ് ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഉപാധികൾ സർക്കാർ വെച്ചിരുന്നു? എന്തെങ്കിലും ഉപാധികൾ? ഇല്ല, ഉപാധികളൊന്നും ഞങ്ങൾക്ക് ഇതുവരെ വച്ചിട്ടില്ല. ഈ പറയുന്ന 1:1 എന്ന് പറയുന്ന എയ്ഡഡിൽ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കാര്യമാണെന്നാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ സർക്കാർ സ്കൂളിൽ നിന്നും ഇപ്പോൾ കഴിഞ്ഞ മാസം 32 അധ്യാപകർ പുറത്തു പോയി. അതിൻ്റെ പ്രതിഷേധത്തെ തുടർന്ന് 23 പേരാണ് ആകെ സർവീസിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. 9 പേര് ശമ്പളമില്ലാതെ നിലവിൽ പുറത്താണ്. അതേപോലെ ഇന്നലെ ഒരു HSA ഒരു അധ്യാപകൻ ഇവിടെ വന്നിരുന്നു. അദ്ദേഹം ഇതേ പ്രശ്നത്തെ തുടർന്ന് പുറത്താണ്. അങ്ങനൊരു സംവിധാനം തീർച്ചയായും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം, ഗവൺമെൻറ് സെക്ടറിൽ ഉണ്ടാവണം. ഒരു അധ്യാപകനും ഈ പറയുന്ന സർവീസിൽ കയറിയതിനു ശേഷം പുറത്തു പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുത്. അവർക്ക് തീർച്ചയായും ഒരു പ്രൊട്ടക്ഷൻ വേണം.